നന്ദനം സിനിമയിലൂടെ മലയാളികളുടെ മനം കവർന്ന അരവിന്ദ് വർഷങ്ങൾക്കിപ്പുറം തൻ്റെ ദീർഘകാല പങ്കാളിയെ വരണമാല്യം അണിയിച്ച് ജീവിതസഖിയാക്കിയിരിക്കുന്നു. ദീർഘകാലത്തെ പ്രണയത്തിനൊടുവിലാണ് 50-ാം വയസ്സിലേക്ക് കടക്കുന്ന അരവിന്ദ് വിവാഹിതനാവുന്നത്. സ്വാതി RS ആണ് വധു. ഈ വർഷം ആദ്യമായിരുന്നു വിവാഹ നിശ്ചയം. ഇന്നലെ മലേഷ്യയിലെ ക്വാലാലംപൂരിൽ വെച്ച് നടന്ന മനോഹരവും ലളിതവുമായ ചടങ്ങിലായിരുന്നു വിവാഹം. അടുത്ത കുടുംബാംഗങ്ങളും സുഹൃത്തുക്കളും സിനിമാ മേഖലയിൽ നിന്നുള്ള ചുരുക്കം ചില സഹപ്രവർത്തകരും മാത്രമാണ് വിവാഹ ചടങ്ങിൽ പങ്കെടുത്തത്. 2007 പുറത്തിറങ്ങിയ വെങ്കട്ട് പ്രഭുവിൻ്റെ ചെന്നൈ 28 ചിത്രത്തിലെ അരവിന്ദിൻ്റെ സഹതാരങ്ങളും വിവാഹത്തിൽ പങ്കുചേരാൻ ക്വാലാലംപൂരിൽ എത്തിയിരുന്നു. വെങ്കട്ട് പ്രഭു, വൈഭവ് തുടങ്ങിയവർ വിവാഹത്തിൽ അതിഥികളായി. സിനിമയിലെ സൗഹൃദം ജീവിതത്തിലും കാത്തുസൂക്ഷിക്കുന്ന ഇവരുടെ ചിത്രങ്ങൾ ഇതിനോടകം തന്നെ സമൂഹമാധ്യമങ്ങളിൽ ശ്രദ്ധ നേടിക്കഴിഞ്ഞു. മാത്രമല്ല, പുതിയ ജീവിതത്തിലേക്ക് കടക്കുന്ന പ്രിയതാരത്തിന് ആശംസകളുമായി നിരവധി ആരാധകരും എത്തുന്നുണ്ട്. 2 പതിറ്റാണ്ടിലേറെയായി തെന്നിന്ത്യൻ സിനിമകളിൽ സജീവ സാന്നിധ്യമാണ് അരവിന്ദ് ആകാശ്. യഥാർത്ഥ പേര് S. അരവിന്ദർ സിംഗ്. ജനനം ഡൽഹിയിലായിരുന്നു. കുടുംബത്തിൻ്റെ വേരുകൾ പഞ്ചാബിലെ ജലന്ധറിലാണ്. പിന്നീട് കുടുംബം ചെന്നൈയിലേക്ക് താമസം മാറി. അമ്മ തമിഴ് സിനിമകളിലെ ഒരു നർത്തകിയായിരുന്നു. അമ്മയിൽ നിന്നാണ് നൃത്തത്തോടുള്ള താല്പര്യം നടനിൽ വളർന്നത്. ചരിത്രത്തിൽ ബിരുദം നേടിയ അദ്ദേഹം ചെന്നൈയിലെ അക്കാദമി ഓഫ് മോഡേൺ ഡാൻസിൽ നിന്ന് നൃത്ത പരിശീലനവും നേടി. ആദ്യം ബാക്ക്ഗ്രൗണ്ട് ഡാൻസറായി തുടങ്ങി പിന്നെ നൃത്ത സംവിധായകനായി, പിന്നീട് അഭിനയത്തിലേക്ക്. 2002 പുറത്തിറങ്ങിയ മലയാള ചിത്രം നന്ദനമാണ് ആദ്യ ചിത്രം. തമിഴിലായിരുന്നു നടനായുള്ള അരങ്ങേറ്റമെങ്കിലും ആദ്യം പുറത്തിറങ്ങിയ ചിത്രം നന്ദനമായിരുന്നു. പൃഥ്വിരാജ്, സുകുമാരൻ, ബേസിൽ ജോസഫ് എന്നിവരെ പ്രധാന കഥാപാത്രങ്ങളാക്കി വിപിൻ ദാസ് സംവിധാനം ചെയ്ത ഗുരുവായൂർ അമ്പലനടയിൽ അതിഥി വേഷത്തിലെത്തി. നിരവധി തമിഴ്, മലയാളം റിയാലിറ്റി ഷോകളിൽ ജഡ്ജായും അവതാരകനായും പ്രവർത്തിച്ചിട്ടുണ്ട്. 2002 ഇറങ്ങിയ നന്ദനം സിനിമയുടെ അവസാന ഭാഗത്ത് ഗുരുവായൂർ ക്ഷേത്രനടയിൽ നിൽക്കുന്ന ശ്രീകൃഷ്ണനും മിഥുനമഴ പൊഴിയുമഴകിനൊരു മയിലിനലസലാസ്യം എന്ന പാട്ടിൻ്റെ രംഗവും പ്രേക്ഷക മനസ്സുകളിൽ മായാതെ നിൽക്കുന്നുണ്ട്.